Hi, this is EV News. ഫസ്റ്റ് ന്യൂസ് നമ്മുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതറിന്റെ റിറ്റ്സ എന്ന് പറഞ്ഞൊരു സ്കൂട്ടർ അവർ ടീസ് ചെയ്തിട്ടുണ്ട്. ഏതറിന്റെ ഇപ്പോഴുള്ള സ്കൂട്ടേഴ്സ് എന്താണെന്ന് വെച്ചാൽ സ്പോർട്ടി അല്ലെങ്കിൽ ഒരു യൂത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള സ്കൂട്ടേഴ്സ് ആണ്. ഒരു പവർഫുൾ ലുക്കും അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു വൈബാണ് അതിന് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ സ്കൂട്ടർ എന്താണെന്ന് വെച്ചാൽ ഒരു ഫാമിലി ഓറിയന്റഡ് സ്കൂട്ടറാണ്. അതിന്റെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാർജ് ആയിട്ടാണ് അവർ കാണിച്ചു നോക്കണേ. അങ്ങനെയൊക്കെയുള്ള ഒരു സ്കൂട്ടർ അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് ഓലയായിട്ടും ഇത് ഇപ്പോൾ ലെതറായിട്ടും എങ്ങനെയാണ് ഇതിനെ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ഐക്യൂബ് ബാക്കിയുള്ള സ്കൂട്ടറായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യുന്നത് ഇറങ്ങുമ്പോൾ നമുക്ക് നോക്കാം. വൈറ്റ്നാം ബേസ്ഡ് ആയിട്ടുള്ള വിൻഫാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അവരുടെ EV മാനുഫാക്ചറിങ് ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യാനായിട്ട് തമിഴ്നാട്ടിലാണ് വരുന്നത്. ഫെബ്രുവരി 25 അങ്ങോട്ടാണ് ഗ്രൗണ്ട് ബ്രേക്കിംഗ്. അപ്പോൾ അത് നമ്മൾക്ക് ഇന്ത്യയിലേക്ക് ഇങ്ങനെ പുറത്തുനിന്നുള്ള ഫാക്ടറീസ് ഒക്കെ വരുന്നത് എപ്പോഴും നമ്മുടെ ഇക്കണോമിക്ക് വളരെ ബൂസ്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് നോക്കാം. ഒരു 3000 to 3500 ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല 1,50,000 യൂണിറ്റ്സ് ഓഫ് വെഹിക്കിൾസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. സെർവോടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഇന്ത്യയിലത്തെ കമ്പനി എന്തോന്നു, അവർക്ക് 1500 DC മറ്റേ ചാർജിങ് സ്റ്റേഷൻസ് ചെയ്യാനായിട്ടുള്ള ഒരു കോൺട്രാക്ട് HPCL ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡ്, അതായത് സ്റ്റേറ്റ് റൺ കമ്പനിയാണത്, അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വരാൻ പോണേന്ന് നമുക്ക് നോക്കാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് എത്രത്തോളം കൂടുതൽ ഇലക്ട്രിസിറ്റി ഇങ്ങനെ റീചാർജിങ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വരുന്നു അത്രത്തോളം EVs കൂടുതൽ പോപ്പുലർ ആവും. നമുക്ക് നോക്കാം. അടുത്തതായിട്ടൊരു EV ഇൻഡസ്ട്രിക്ക് ഒരു ഡൗൺ സൈഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. എന്താണെന്ന് വെച്ചാൽ മെർസിഡീസ് ബെൻസിന്റെ EV ഡിവിഷൻ അവർ ഷട്ട് ഡൗൺ ചെയ്യല്ല, അവർ ടോൺ ഡൗൺ ചെയ്യാണ്. അതിൻ്റെ ഒരു പ്രൊഡക്ഷനൊക്കെ കുറയ്ക്കുക എന്നുള്ള രീതിയിൽ പോവാണ്. കാരണം എന്താ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഡിമാൻഡ് കിട്ടുന്നില്ല. ഒന്നാമത് തന്നെ മെർസിഡീസ് ബെൻസ് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് കാർസ് ഒക്കെ അല്ലേ, അപ്പോൾ അവർക്ക് കൂടുതൽ ആ ഒരു ടൈപ്പ് ആൾക്കാരായിരിക്കും വരിക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു ന്യൂസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ വണ്ടിയാണ്. ഇതൊരു പ്രത്യേകതയുള്ള ഒരു EV ചെയ്തുകൊണ്ട് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതെന്ന് മാത്രം. ഇത് ഹീറോന്റെ സർജ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ അണ്ടറിൽ വരുന്ന S32 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ട്രാൻസ്ഫോർമർ വെഹിക്കിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ടൈപ്പ് സംഭവമാണ്. കാരണം ഇതൊരു പിക്കപ്പ് ട്രക്ക് ഇതാണ്, ഒരു ചെറിയ ഓട്ടോ പോലത്തെ സംഭവമാണ്. ബട്ട് അതിന്റെ ഫ്രണ്ടിലത്തെ ഭാഗം മാത്രം പുറത്തേക്ക് എടുക്കാൻ പറ്റും നമുക്ക്. അതൊരു സ്കൂട്ടർ പോലെയും ഓടിക്കാം. അപ്പോൾ എന്താ പറയുക, ഈ രണ്ട് നീഡും ഉള്ള ആൾക്കാർക്ക് ഇത് സ്യൂട്ടബിൾ ആയിരിക്കും. അപ്പോൾ പിക്കപ്പ് ഓടിക്കുന്ന ഒരാൾക്ക് സ്കൂട്ടറും പിക്കപ്പ് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആവശ്യമുള്ള ടൈമിൽ ഒരെണ്ണം എടുത്ത് യൂസ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. നമുക്കിത് പ്രാക്ടിക്കലി ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു സംഭവം വരാത്തത് കൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ യൂസ് കേസ് എന്ന് അറിയില്ല. നമുക്ക് വരുമ്പോൾ നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഇതൊക്കെ വരണേന്ന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ന്യൂസിൽ നമുക്ക് വരാം. അപ്പോൾ ടാറ്റാ.